എൻ്റെ പേര് മൂർത്തി എന്നാണ്. ഞാനൊരു 20 വർഷമായിട്ട് കൈത്തറി നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പഴയ കർണാടകയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് മുത്തശ്ശന്മാരുടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. 100-300 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. നമ്മൾ പിന്നെ പഠിക്കുന്നതും ഇത് മുഴുവനും മലയാളമാണ്. വീട്ടിൽ സംസാരിക്കുന്നത് കന്നഡയാണ്. അത് കൊച്ചി രാജാക്കന്മാരുടെ കാലത്തിൽ വന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്ന് കുറച്ചാണ് കൊടുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1500-2000 ഫാമിലിയോളം ഇപ്പോൾ ഉണ്ട്. ഷോപ്പുകളെന്ന് പറഞ്ഞാൽ 100-ന് മേലെ ഷോപ്പുകളുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ മാത്രം. ഇവിടെ നിന്നാണ് ഫുള്ളും കേരളത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും സപ്ലൈ പോകുന്നത് ഈ ഗ്രാമത്തിൽ നിന്നാണ്. നമ്മൾ അതെ, ഇത് നമ്മൾ വർക്ക് ചെയ്ത് ഷോപ്പിലേക്ക് കൊടുക്കുന്നത് തന്നെയാണ്. സ്വന്തമായിട്ട് നമ്മൾ ഇതിന് മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അല്ല, നമ്മൾ അങ്ങനെയുണ്ട് സംവിധാനമുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുറച്ച് കൂലി കുറവായി കിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ അവർ ആ ത്രെഡും ഇതൊക്കെ ഇറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇതവരെടുക്കും. നമ്മളായി സ്വന്തമായിട്ട് ഇടാന്ന് വെച്ചാൽ അതിൻ്റെ എത്രയാവുന്നോ ഒരു 10% ഇതിലേക്ക് കൂട്ടിയിട്ട് നമുക്ക് കൂലി കൂടുതലായിട്ട് തരും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടിട്ട് നെയ്യാണ് ചെയ്യാറ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയും അല്ലാതെ അവരെ കൊടുത്തും ചെയ്യുന്നതും ഉണ്ട്. ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്. എൻ്റെ മുത്തശ്ശന്മാരുടെ കാലം മുതൽ നെയ്ത്ത് തന്നെയാണ്. ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഇതോടുകൂടി എൻ്റെ തലമുറയോടുകൂടി അവസാനിക്കും. നമ്മുടെ ഇനി മക്കളെ നമ്മൾ ഈ തൊഴിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ഉദ്ദേശിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്ക് ജീവിച്ചു പോകാമെന്നേ ഉള്ളൂ. സാധാ ഒരു കൂലി നമ്മളിപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി. നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിലേക്ക് കാണണമെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെങ്ങനെ ചെയ്ത് ജീവിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒന്നും മെച്ചം ഇതിൽ ഗുണമൊന്നും കിട്ടില്ല. ഞങ്ങൾക്കിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ വർക്ക് വരുന്ന സാരിയാണ്, കല്യാണ സാരിയൊക്കെയാണ്. അത് 3 ദിവസം എടുക്കും നെയ്യാനായിട്ട്. നമുക്ക് എമർജൻസി ആണെച്ചാൽ നമുക്ക് കാലത്ത് 5 മണിക്ക് ഇരുന്നിട്ട് പണിയെടുക്കാം, രാത്രി 10 മണി വരെയും പണിയെടുക്കാം. അപ്പോൾ നമ്മൾ എത്രയും സമയം കൂടുതലായി പണിയെടുക്കുന്നുണ്ടോ അതുപോലെ നമുക്കത് 2 ദിവസത്തിൽ നെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ നമുക്ക് ഇതങ്ങനെ നമുക്ക് വേണച്ചെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. 3 ദിവസം വേണ്ടി വരും. നോർമലായിട്ട് ഒരു 8 മണിക്കൂർ പണിയാണെച്ചാൽ ഒരു 3 ദിവസം വേണ്ടി വരും. അതെ, നമുക്കിപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ പണിത് കഴിഞ്ഞാൽ 400-500 രൂപയ്ക്കൊക്കെ പണിയാൻ പറ്റും. അത് നമ്മൾ നല്ല ഒന്നും കൂടി ബുദ്ധിമുട്ടി പണിത് കഴിഞ്ഞാൽ 600-700, പിന്നെ ഇപ്പോൾ 10 മണി വരെയൊക്കെ ഇരുന്ന് പണിയാണെച്ചാൽ ഒരു 600-700 രൂപയൊക്കെ പണിയാൻ പറ്റും ഒരു ദിവസം. അത്ര മാത്രമേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അല്ല, പവർലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി കുറവുള്ള സാധനമാണ്. ഇത് നമുക്ക് 1000 രൂപ വരുന്ന സാധനം അത് 250 രൂപയ്ക്ക് കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നല്ല ക്വാളിറ്റി കുറവാണ്. അതിലെ മിഷൻ അതിൽ ഒരാൾക്ക് ഒരു ദിവസം 3 തറി നോക്കാൻ പറ്റും. ഒരു തറിയിൽ 3 സാരി ആവും. ഓട്ടോമാറ്റിക്കലി അത് 9 സാരി നെയ്യാം ഒരു ദിവസത്തിൽ. നമുക്ക് ഒരു സാരി നെയ്തെടുക്കണമെന്ന് വെച്ചാൽ 3 ദിവസം വേണം. എന്നാൽ അതിൻ്റെ കൂലി ഡിഫറൻസ് വരും, വില കുറവായി കിട്ടാം. അതല്ലാണ്ട് അത് നമ്മുടെ ഈ കശുവിൻ്റെ ക്വാളിറ്റി അതിൽ ഇട്ട് പണിയാൻ പറ്റില്ല. ഈ ക്വാളിറ്റി കുറവായിരിക്കും. നമ്മൾ ഈ നൂല് ഇട്ട് നെയ്യുന്നത് വന്നിട്ട് ഈ സാധാ നൂലിട്ടിട്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന കഞ്ഞിപ്പശ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ അതിലിട്ട് ഒരു ദിവസം അതിൽ വെച്ച ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് നെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ സാരി എടുത്ത് വെള്ളത്തിലേക്ക് നമ്മൾ കസ്റ്റമർ എടുത്തുകൊണ്ടുപോയി വെള്ളത്തിലിട്ടാലും ആ സാധനം ചുരുങ്ങി കയറില്ല. പവർലൂം ആകുമ്പോൾ വില കുറവായി ഉണ്ടാവും,
എന്നാൽ സാധനം ചുരുങ്ങി കയറും. പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളതാണ്. അതിൻ്റെ വിലയുടെ അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം. കാറ്റലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു തറിയിൽ നമുക്ക് ആ ഒരു ഡിസൈൻ ഒരു 3 ഇഞ്ച് വീതിയും 3 ഇഞ്ചിൻ്റെ നീളവും വരുന്ന ഡിസൈൻ എടുക്കണം വെച്ചാൽ 1000-1500 രൂപയോളം ചിലവ് വരും. ഒരു തറിയിൽ അങ്ങനെ കുറേ ഡിസൈൻസ് ഓടിക്കാൻ പറ്റില്ല. അതിൽ വെറൈറ്റികൾ ഓടിക്കാൻ പറ്റുള്ളൂ. ഒരു സാരിയിൽ 20,000 നൂലുണ്ടാവും. അതായത് ഇങ്ങനെ മാത്രം ഇങ്ങനെ 5000 നൂലുണ്ടാവും ടോട്ടൽ വീതിയിൽ. തറി എന്നാണ് പറയുക. അതിന് ഇതിനും ഓരോ സെപ്പറേറ്റ് ഓരോ പേരുകളുണ്ട്. അതിന് തറി എന്നാണ് പറയുക. മൊത്തത്തിൽ അതിൻ്റെ പേര് വന്നിട്ട് തറി എന്നാണ് പറയുക. എൻ്റെ പേര് സ്വാമിസുന്ദരം എന്നാണ്. പിന്നെ കുത്താമ്പള്ളിയിൽ നമ്മുടെ താഴെ സൗഡേശ്വരിയമ്മൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. കാരണം നമ്മുടെ കർണാടകയിൽ നിന്നും വന്നവരെന്നാണ് പറയുന്നത്. അതായത് 400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചി രാജാവിന് വസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുത്താമ്പള്ളിയിൽ എത്തിപ്പെട്ടതെന്നാണ്. കുത്താമ്പള്ളി ഗ്രാമത്തിലല്ല ആദ്യം വന്നത്, തമിഴ്നാട് അടുത്തുള്ള ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ കുത്താമ്പള്ളി വന്നു എന്നാണ് ഒരു ചരിത്രം പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ 1600 കാലഘട്ടത്തിൻ്റെ ടിപ്പുവിൻ്റെയൊക്കെ പടയോട്ടമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇങ്ങോട്ട് വന്നതാണെന്നും ഒരു ചരിത്രമുണ്ട്. പിന്നെന്ന് വെച്ചാൽ പണ്ട് മുതലൊക്കെ നമുക്ക് ഈ മാമാങ്കം നടക്കാറുണ്ട്. മാമാങ്കം നടക്കുന്ന സമയത്ത് ഈ രാജാക്കന്മാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് വസ്ത്രം നെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തു നിന്നും ഈ വള്ളുവനാടൻ ഭാഗത്ത് ഓരോ കരകൗശല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നൊരു മാമാങ്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കാണാൻ വരും, അതൊക്കെ എടുക്കും. അങ്ങനെ കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ വന്ന് താമസിച്ചു എന്നും ഒരു ചരിത്രമുണ്ട്. അങ്ങനെ 3 രീതിയിലും പറയുന്നുണ്ട്. ഞാൻ നെയ്ത്തുണ്ടായിരുന്നു. ഇപ്പം 15 വർഷമായിട്ട് ചെയ്യുന്നില്ല. അതെ, ഇപ്പോൾ പൂജാരിയാണ്. മക്കൾ 2 പേരുണ്ട്. അവരും ഇപ്പോഴത്തെ തലമുറയിൽ കുട്ടികളൊന്നും ഹാൻഡ്ലൂമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. എന്തെന്ന് വെച്ചാൽ വളരെയധികം ലേബർ വളരെ കുറവാണ്. എങ്ങനെ കഷ്ടപ്പെട്ട് നെയ്താലും 400-500 രൂപയാണ് കിട്ടുക. പുറം പണികൾക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ 700-800-1000 കിട്ടും. ആ രീതിയിൽ ഇപ്പോഴത്തെ തലമുറയൊന്നും നെയ്ത്തിനോട് അത്ര താല്പര്യമില്ല. പണ്ടൊക്കെ 1200ഓളം തറികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പവർലൂമിൻ്റെ ഒരു വരവ് വന്നതോടുകൂടി ആ തറികളൊക്കെ മെല്ലെ നിന്നു. പവർലൂം പോന്നു. അതായത് ഒരു കുടിൽ വ്യവസായമായിട്ടാണ് നമ്മുടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കൈത്തറി ചെയ്തിട്ടുണ്ടായിരുന്നത്. കുടിൽ വ്യവസായം ചെയ്ത ഇത്രയും മെറ്റീരിയൽസ് എന്തായാലും കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല, ഈ വിലയ്ക്കും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനോട് കര പിടിക്കാൻ വേണ്ടിയിട്ടാണ് പവർലൂം കൊണ്ടുവന്നത്. 1980 കാലഘട്ടങ്ങളിലാണ് പവർലൂമൊക്കെ ഇവിടെ വരുന്നത്. ആ സമയത്ത് വളരെ ചെറിയ രകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല. കൈത്തറിയിൽ എന്തൊക്കെ ഉണ്ടാക്കുമോ അതിനും ബെറ്ററായിട്ട് പവർലൂമിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈത്തറിക്ക് കുറച്ച് ഡൗൺ ആണ്. അപ്പം സത്യം പറഞ്ഞു വെച്ചാൽ ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. എല്ലാവരും ഇത് കൈത്തറിയാണെന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുന്നത് മുഴുവൻ പവർലൂമാണ്. പിന്നെ ഏത് ഷോപ്പിലാണെങ്കിലും ശരി നമ്മുടെ കൈത്തറി സാധനം എന്നാണ് പറയുക, ഹാൻഡ്ലൂംസ് എന്നാണ് പറയുക. അതുപോലെ എവിടെയാണെങ്കിലും കുത്താമ്പുള്ളി കൈത്തറി എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾ കുത്താമ്പുള്ളിയിലേക്ക് വരുന്നത്. എന്നാൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കൈത്തറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. സൊസൈറ്റിയിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ 700ഓളം തറി ഉണ്ടായിരുന്നു.
ഇന്ന് അവിടെ 7 തെറിയാണുള്ളത്. അത്രയും ഡൗണാണ്. അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവർ സർക്കാർ തന്നില്ല എന്നൊന്നല്ല, സർക്കാർ തന്നു. അത് കുറേ നമ്മുടേതായ ആളുകൾ കുറച്ച് ഇതാക്കി. ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. വികസനം സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇവിടെ എത്തിപ്പെടുന്നില്ല. അഥവാ ഇനി അവരൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരുമിച്ച് കൂടി അവർ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് ഇന്നതൊക്കെ തരാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും യൂണിറ്റ് കൂടി തയ്യാറായി വാങ്ങിക്കാനുള്ളൊരു മനോഭാവമൊന്നും ഇപ്പോഴത്തെ കൈത്തറിയിലുള്ള ആളുകൾ കാണിക്കുന്നില്ല. ഇതൊരു 10 പേര് കൂടിയാൽ ആ 10 പേര് ആ യൂണിറ്റിന് കുറച്ച് സഹായങ്ങളൊക്കെ ഉണ്ട്. അവർ കൈത്തറി തറിയില്ലെങ്കിൽ തറിയിട്ട് കൊടുക്കാനുള്ള സഹായങ്ങൾ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ലോണുകൾ, അതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ആരും വാങ്ങിച്ചതായിട്ട് ആരും പറയുന്നില്ല. എന്നാൽ കുറച്ച് നമ്മുടെ ഈ അടുത്തുള്ള ഭാഗത്തൊക്കെ കുറച്ച് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അതെ അതെ, തരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതിയുടെ ആ റൂട്ടിലാണ് അവർ പോകുന്നത്. ആ റൂട്ടിലൂടെ പോകാൻ നമ്മുടെ കൈത്തറിയിലത്തെ ആളുകൾ തയ്യാറാവുന്നത്. അതെ അതെ. അതന്നെ ഞാൻ ഒരു ഡബിൾ വേണ്ട 250 ഉറുപ്പ്യ കിട്ടും. അതിന് വേറെ കിട്ടില്ല. ഈ 250 ഉറുപ്പ്യയിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പുറത്ത് വാങ്ങുകയും വേണം. അതിന് വേറെ കിട്ടില്ല. നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞാൽ അതന്നെ ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ഇത് ഈ 1980 കൂലിയാണ് ഇപ്പോഴും ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1980 കൊടുത്ത അതേ കൂലിയാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഒന്ന് ഡബിൾ ചിലവാണ് പുറത്തുള്ളത്. പക്ഷെ നമുക്ക് കിട്ടണ്ടേ. ഇപ്പോൾ നമ്മൾ ഒരു ഈ ഡബിൾ നമ്മൾ സൊസൈറ്റിയിൽ വിലയ്ക്ക് വിൽക്കണത് 1000 രൂപയാണ്. 1000 രൂപയ്ക്കാണ് ഇത് വിൽക്കണത്. ഇത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു 250 രൂപയാണ്. കാരണം സാധനങ്ങൾക്കൊക്കെ വില കൂടി. നമുക്കെന്താ കിട്ടുന്നത്? അതുകൊണ്ട് ഈ കൈത്തറിയിൽ ആൾക്കാർ വില കൂടി പറഞ്ഞിട്ട് ആൾക്കാർ വാങ്ങണമില്ല. മെഷീൻ വില ചെയ്തിട്ട് പകുതി വിലയേ വരുള്ളൂ. ഈ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുന്താണിയിലത്തെ മെയിൻ വർക്കാണ്. ഇതിലെന്തെങ്കിലും ചെറിയ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആണ് നേരത്താരി. ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞ ഡാമേജാന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഓട്ടയോ അങ്ങനെയൊന്നുമല്ല. ചെറിയൊരു അഴുക്കോ ഇതിൻ്റെ ഇതൊക്കെയാണ് ഓയിലൊക്കെയാണ് കൊടുക്കുക. അതിൻ്റെ ഓയിൽ വീണത്തിന് ലേശം ഒരു കറുപ്പ് അതൊക്കെ വന്നാലും തന്നെ എന്താ പറയുന്നത്, വേർപ്പിൻ്റെ ഇത് തട്ടിയാലും ആവാൻ സാധ്യതയുണ്ട്. അത് പാമടുപ്പ് ചുറ്റണമെങ്കിൽ ഈ 2 സാധനം വെച്ച് ചുറ്റണമെങ്കിൽ പുറത്ത് മിഷൻ കൊണ്ടുവരില്ല, റോള് കൊണ്ടുവരും. റോള് കൊണ്ടുവന്നിട്ട് പുറത്ത് ചുറ്റും.